ഈശോയിൽ എനിക്കെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 2020 ഉയർപ്പ് തിരുനാൾ എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ്. ഈ ദിവസത്തിൻ്റെ ആശംസകൾ ഞാൻ ഏവർക്കും നേരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട സംഭവമാണ് യേശുക്രിസ്തു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നത്. 2000 വർഷത്തെ പാരമ്പര്യമുള്ള സഭയുടെ അടിസ്ഥാനം തന്നെ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ്. ഈ ഉയർപ്പ് ഉത്ഥാനം എല്ലാ വർഷവും നാം സാഘോഷം കൊണ്ടാടുന്നതാണ്. ഈ വർഷം ദേവാലയങ്ങൾ അടച്ചുകൊണ്ട് ജനരഹിത ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ആണ് നാം തിരുനാൾ ആഘോഷിച്ചത്. എങ്കിലും ധാരാളം ആളുകൾ ആത്മീയമായി ഭവനങ്ങളിൽ ആയിരുന്നുകൊണ്ട് തിരുക്കർമ്മങ്ങളിൽ സജീവമായി പങ്കെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, COVID-19 പശ്ചാത്തലത്തിൽ ലോകമാസകലമുള്ള മനുഷ്യർ അസ്വസ്ഥയിലാണ്. വളരെയധികം ഭയത്തോടുകൂടെയാണ് ഈ മഹാമാരിയെ ഏവരും നോക്കിക്കാണുന്നത്. ചിലപ്പോഴെങ്കിലും പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിവിശേഷവും പലർക്കും അനുഭവപ്പെടാറുണ്ട്. ഈ സന്ദർഭത്തിൽ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 37-ാം അധ്യായം എൻ്റെ ഓർമ്മയിൽ പ്രത്യേകമായിട്ട് വരികയാണ്, നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അവിടെ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വാരയെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ പ്രതിപാദിക്കുന്നു. അസ്ഥികളുടെ താഴ്വാരയിൽ ഉണങ്ങിയ അസ്ഥികൾക്ക് നൽകുന്ന ജീവൻ നൽകുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുകയും ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ പരസ്പരം കൈമാറുകയും ചെയ്യാം. ജീവിതത്തിലെ പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹബാക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിലെ ചിന്തകളും എൻ്റെ മനസ്സിൽ വരികയാണ്. അവിടെ ഹബാക്കുക്ക് പ്രവാചകൻ 3-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയത്തിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഹബാക്കുക്ക് പ്രവാചകനെ പോലെ നമുക്കും ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജോബിൻ്റെ സഹനവും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. ജോബ് അതിസമ്പന്നനായിരുന്നു, ധാരാളം അനുഗ്രഹങ്ങളുടെ ഉടമയായിരുന്നു. ജോബും ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയി. സഹനങ്ങളുടെ മധ്യത്തിലും ജോബിൻ്റെ പുസ്തകത്തിലെ 42-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ ജോബ് പ്രശ്നങ്ങളുടെ മധ്യത്തിലും വേദനയുടെ മധ്യത്തിലും ഏവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അതെ, ഏവർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ 10 മടങ്ങായിട്ട് കിട്ടി.
നമുക്കും ഈ സന്ദർഭത്തിലും പ്രത്യാശയോടുകൂടെ ഏവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഏവരെയും സഹായിക്കുവാനുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായി തീരാം. ഏവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.